ഹലോ ഗായ്സ്, എല്ലാവർക്കും ഇൻവെൻ്റ് പോയിട്ട് ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ലൈറ്റ് ബോക്സ് ആണ്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കാർഡ്ബോർഡിൻ്റെ ഷീറ്റ് വേണം. സാധാ കാർഡ്ബോർഡ് ബോക്സിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതോ ഇല്ലെങ്കിൽ ഷർട്ട്, സാരി അങ്ങനെയുള്ള ക്ലോത്ത് മേടിക്കുമ്പം അതിനകത്ത് വരുന്നതോ ആയിട്ടുള്ള ഒരു കാർഡ്ബോർഡ് ഷീറ്റ് എടുക്കുക. അതിന് ശേഷം അത് നല്ലൊരു റെക്റ്റാങ്കിൾ പീസായിരിക്കണം. അതിന് ശേഷം അതിന് 2 ഡയഗണൽ വരയ്ക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു LED ബൾബാണ്. LED ബൾബിൻ്റെ പാനലും അതുപോലെ അതിൻ്റെ ബാക്കി കമ്പോണൻസുകളും അതിന് പവർ കൊടുക്കാനുള്ള PCB, ഹീറ്റിംഗ് ഉണ്ടെങ്കിൽ അത് ഒക്കെ നിങ്ങൾ എടുക്കുക. ഇതിപ്പം പഴയ ഒരു LED ബൾബാണ്, ബോഡി പൊട്ടിപ്പോയതാണ് തറയിൽ വീണിട്ട്, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആ LED പാനലിൻ്റെ ഡയമീറ്റർ എടുത്തിട്ട് അതിൻ്റെ റേഡിയസ് കണക്കാക്കി ഒരു സർക്കിൾ അതിൻ്റെ സെൻട്രലായിട്ട് വരച്ചു കൊടുക്കണം. നമ്മുടെ കാർഡ്ബോർഡ് ഷീറ്റിൻ്റെ സെൻട്രലായിട്ട് വരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 6.6 സെൻറ്റിമീറ്റർ ആയിരുന്നു ഡയമീറ്റർ. അതുകൊണ്ട് തന്നെ 3.3 സെൻറ്റിമീറ്ററിൽ ഞാനൊരു സർക്കിൾ വരച്ചു. അത് നല്ല അടിപൊളിയായിട്ട് ഫിറ്റ് ആവുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇനി ഈ ഹീറ്റ് സിങ്കിൻ്റെയും കൂടെ ഒന്ന് അളവെടുത്ത് വരയ്ക്കണം. രണ്ടും നടത്തുനിന്ന് എടുത്ത് നോക്കുക. ഫിക്സഡ് സെൻറ്റർ ഇല്ലാത്തതുകൊണ്ട് അത് ഒരു 5.5 സെൻറ്റിമീറ്ററാണ്. അതുകൊണ്ട് തന്നെ 2.5 സെൻറ്റിമീറ്റർ യൂസ് ചെയ്ത് സർക്കിൾ വരച്ചു. അത് നല്ല അടിപൊളിയായിട്ട് ഫിറ്റ് ആവുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ആണോ, നല്ല അടിപൊളിയായിട്ട് തന്നെ ഇതിൽ ഫിറ്റ് ആവുന്നുണ്ട്. അതിനുശേഷം ഈ 2 സർക്കിളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഡയഗണലിനെ മുട്ടിച്ച് ഒരു റെക്റ്റാങ്കിൾ നമുക്ക് വരച്ചെടുക്കണം. മാക്സിമം ഈ കാർഡ്ബോർഡ് ഷീറ്റിൻ്റെ സൈഡ്സിനുമായിട്ട് പാരലായിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം വരയ്ക്കാൻ. ഇല്ല എങ്കിൽ നമ്മൾ ചെയ്തു വരുമ്പം ഏറ്റവും അവസാനം സൈഡുകൾ കയറി ഇറങ്ങിയിരിക്കും. അപ്പോൾ ഇനി നമുക്കിത് 4 വശത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഒരു പ്രൊട്രാക്ടർ വേണം. ഈ എക്സ്റ്റെൻഡ് ചെയ്ത സൈഡിൽ നിന്നും 2 30 ഡിഗ്രി നമുക്ക് അടയാളപ്പെടുത്തണം. ഒരു ഡയഗണൽ 30 ഡിഗ്രിയാണ്. ഡയഗണൽ 30 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് അത് കണക്കൂട്ടേണ്ട കാര്യമില്ല. ഇനി ഓരോ 30 ഡിഗ്രി വെച്ചിട്ട് എല്ലാ 4 വശത്തു നിന്നും ഓരോ ലൈൻസ് വരച്ച് ചേർക്കണം. നമ്മൾ 4 വശത്തു നിന്നും ലൈൻസ് വരച്ചു കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ വരച്ചു കൊടുത്ത പുതിയതായിട്ട് വരച്ച് ചേർത്ത ലൈൻസിൻ്റെ ലെങ്ത് എടുത്ത് ഈ ഡയഗണലിൽ കട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ആർക്ക് വരച്ചാൽ മതി. കോമ്പസ് യൂസ് ചെയ്ത് ആർക്ക് വരച്ച് കഴിയുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ കോമ്പസ് എടുത്തു, 30 ഡിഗ്രി എടുത്തു, ആ ലെങ്ത് എടുത്തു, ഡയഗണലിൽ കട്ട് ചെയ്യുന്നു. ഞാനിവിടെ വരച്ച് വന്നപ്പം വരച്ചത് എല്ലാം റെക്റ്റാങ്കിളിൻ്റെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത സൈഡിലായിരുന്നു. അത് ഡയഗണലിൽ വരയ്ക്കുക. എനിക്ക് തെറ്റ് പറ്റിയതാണ്, സോറി. ഓക്കെ, ഇനി നമ്മൾ ഡയഗണലിൽ കട്ട് ചെയ്തെടുത്തുനിന്ന് ആർക്ക് കട്ട് ചെയ്തെടുത്തുനിന്ന് ഇൻ്റർസെക്റ്റ് ചെയ്ത് ഓരോ ലൈൻസ് വരച്ച് കൊടുക്കുക 2 വശത്തും. ഇത്രയും ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനുള്ളതാണ്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും വളരെ എളുപ്പമാണ് ഇത് ചെയ്തെടുക്കാൻ. ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ ചെയ്യേണ്ടതെന്ന്. നമുക്ക് ഇത്രയും ഭാഗം കട്ട് ചെയ്തെടുക്കണം. സെൻറ്ററിലെ സർക്കിളും കട്ട് ചെയ്ത് മാറ്റണം. നമുക്കത് കട്ട് ചെയ്യാം. നമ്മൾ കട്ട് ചെയ്തു. ഇതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട്. ഇത്രയും ചെയ്യാനാണ് ഇത്രയും വര വരച്ചത് നമ്മൾ. ഓക്കെ, ഇനി നമുക്ക് ഈ പീസിൻ്റെ 4 വശം ഒന്ന് ബെൻഡ് ചെയ്തെടുക്കുക. ഇത് നമുക്ക് കൂട്ടിമുട്ടിച്ച് ഒട്ടിക്കാനാണ് ഇതുപോലെ. അഥവാ നിങ്ങൾക്ക് ഈ ലൈറ്റ് വൈഡായിട്ട് പോകണം, ഒരിടത്ത് ഫോക്കസ് ചെയ്യണം, അങ്ങനെ 2-3 യൂസ് ഉണ്ട് എങ്കിൽ
നിങ്ങളിങ്ങനെ മടക്കി വെച്ചാൽ മതിയാകും. അല്ലാതെ നിങ്ങൾക്ക് കൂട്ടി ഒട്ടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ മടക്കി അത് അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് വൈഡായിട്ടും ഫോക്സ്ഡ് ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ഇനി നമുക്കൊരു ലൈറ്റിൻ്റെ ഗ്രേറ്റിംഗ് ഷീറ്റ് വേണം. ലൈറ്റ് ഗ്രേറ്റിംഗ് ഷീറ്റ് അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ ഷീറ്റ് എന്ന് പറയും. ഇത് നമ്മുടെ ടി വിയുടെയൊക്കെ LCD TV-യുടെ ഉള്ളിലൊക്കെ കിട്ടുന്ന ഒരു സാധനമാണ്. LCD സ്ക്രീനിൽ, അതായത് LCD പാനലിൻ്റെ ബാക്കിലായിട്ട് ലൈറ്റ് നല്ലപോലെ റിഫ്ലക്റ്റ് ചെയ്ത് ഔട്ട്പുട്ട് തരാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ 2-3 ഷീറ്റ് കാണും. ഇത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ യൂസ് ചെയ്തിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇതിനകത്തോട്ടൊരു ലൈറ്റ് സോഴ്സ് വീണ് കഴിഞ്ഞാൽ അത് 2-3 ഇരട്ടിയായിട്ട് കാണിക്കും. നിങ്ങളിപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും. എൻ്റെ ഒരു വിരൽ തന്നെ 2-3 വട്ടമൊക്കെ കാണാൻ പറ്റും, ഒരല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ വെച്ചിട്ട് ഇത് ഒട്ടിച്ചെടുക്കണം. അതിന് മുമ്പ് ഈ നാശം നമുക്കൊന്ന് മടക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പെന്നി നൈഫോ കട്ടറോ തെർമോ കട്ടർ, പേപ്പർ കട്ടർ, നിങ്ങളെന്താ പറയുന്നത് വെച്ചാൽ ആ ബ്ലേഡ് യൂസ് ചെയ്ത് ജസ്റ്റ് ഒരു വര ഇട്ടിട്ട് ഇത് ബെൻഡ് ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു മടക്കാണ് എനിക്ക് കിട്ടുന്നത്. നല്ലപോലെ മടങ്ങി കിട്ടും, വളഞ്ഞിരിക്കത്തില്ല. അവിടെ ഒരു ബോർഡർ തന്നെ ക്രിയേറ്റ് ആവുകയാണ് നമ്മളങ്ങനെ ചെയ്യുമ്പം. നമ്മൾ അങ്ങനെ ചെയ്തെടുത്തു. ഇനി ഇതൊന്ന് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ക്ലീനിങ് സൊല്യൂഷൻസ് എന്തെങ്കിലും യൂസ് ചെയ്ത് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കുക. 4 വശവും പുറവും അപ്പുറവും ഇപ്പുറവും നല്ലപോലെ ചെയ്തെടുക്കുക. കാരണം ഇത് നമ്മൾ വെക്കുമ്പം ഇതിൽ പൊടിയോ അഴുക്കോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ലൈറ്റ് ഔട്ട്പുട്ടിനെ ബാധിക്കും. ഒരു സൈഡിൽ ഉണ്ടെങ്കിൽ ഒരല്പം പൊടിയോ അഴുക്കോ ഉണ്ടെങ്കിൽ അതേ സൈഡിൽ നമുക്ക് ലൈറ്റ് ഡിമ്മായിരിക്കും. ഇനി നമുക്കൊരല്പം സെല്ലോ ടേപ്പ് എടുത്ത് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡിലായിട്ടൊന്ന് ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിക്കുമ്പം ഈ ഷീറ്റിൽ മാത്രം ഒട്ടുക, ടേബിളിലൊന്നും ഒട്ടാതിരിക്കാതെ നോക്കുക. അതിനുശേഷം ഇതിൽ കറക്റ്റായിട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒട്ടിച്ചെടുക്കുക, ടൈറ്റായിട്ട് ഒട്ടിക്കുക. അതിനുശേഷം ഈ സൈഡുകളിൽ കോർണറുകൾ കട്ട് ചെയ്ത് കളയുക. ബാക്കിയുള്ള പീസ് തിരിച്ച് മടക്കി ഒട്ടിക്കുക. അതുപോലെ 4 വശം നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്കിതൊന്ന് കൂട്ടി ഒട്ടിച്ചെടുക്കണം. സെല്ലോ ടേപ്പാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ ചെയ്തെടുത്തു. ഈ ഒരു ബോക്സാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടിയത്. ഇനി നമുക്ക് ലൈറ്റിൻ്റെ പരിപാടിയിലോട്ട് പോകാം. ആദ്യം ഹീറ്റ് സിങ്ക് നമുക്ക് ആ ഒരു LED പാനലിലോട്ട് ഫിക്സ് ചെയ്യുക. ഇതധികം ഹീറ്റ് ആവുന്ന ഒരു LED പാനലല്ല, എന്നാലും നമ്മൾ ജസ്റ്റ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കാരണം കാർഡ്ബോർഡിലാണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ചൂടായിട്ട് കാർഡ്ബോർഡ് കത്താനോ ഒന്നും പാടില്ല. പിന്നെ നമ്മൾ ഷീറ്റ് യൂസ് ചെയ്തേക്കുന്നത് പ്ലാസ്റ്റിക്കാണ്, അത് ഉരുവാനും പാടില്ല. ഇനി നമുക്ക് കണക്ഷൻ കൊടുക്കണം. നിങ്ങൾ നോക്കിയാൽ പ്ലസ് മൈനസ് എന്ന് 2 പോയിൻ്റ് കാണും. അതിലോട്ട് ഇതിൽ നിന്ന് വരുന്ന റെഡും ബ്ലാക്കും വയർ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെ സോൾഡർ ചെയ്തെടുത്തു. 2 വയർ എക്സ്റ്റെൻഡ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഫേസും ന്യൂട്രലും കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു സാധാ കുഞ്ഞൊരു വയറാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് തൽക്കാലത്തേക്ക്. അത് നമ്മൾ സോൾഡർ ചെയ്തു. ഇനി നമുക്കിതിലൊന്ന് സെറ്റ് ചെയ്ത് നോക്കണം. ഓക്കെ, നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഒരു ഔട്ട്പുട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മുടെ ഈ ഒരു ബോർഡ് ഒന്ന് റാപ്പ് ചെയ്തെടുക്കണം. ഇൻസുലേഷൻ ടേപ്പ് വല്ലതും വെച്ചിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക. കാരണം കുട്ടികളോ നമ്മൾ തന്നെ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ അതിൽ കയറി പിടിച്ചു കഴിഞ്ഞാൽ കറണ്ട് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്മളത് സെറ്റ് ചെയ്തെടുത്തു. പക്ഷേ ഞാൻ ആ LED പാനൽ സെറ്റ് ചെയ്തപ്പം അധികം വെട്ടമില്ലായിരുന്നു, വളരെ ഡിമാൻഡുള്ള ലൈറ്റായിരുന്നു. അതുകൊണ്ട് ഇച്ചിരി വാട്ട് കൂടിയ ഒരു ബൾബാണ് എടുത്തത്. ഇത് ഇത്തിരി കുഞ്ഞനാണെങ്കിലും നല്ല പവറുള്ള LED ആണ്. മറ്റേ LED ഒരു 5 വാട്ടോ 8 വാട്ടോ അങ്ങോട്ടായിരുന്നു. ഇത് 12 വാട്ടിൻ്റെ LED ബൾബിൻ്റേതാണ്. നല്ല ഇൻറ്റൻസീവ് ആയിട്ടുള്ള ലൈറ്റാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്, റിഫ്ലക്റ്റ് ചെയ്തിട്ട്. നമുക്ക് ഈ ലൈറ്റ് ഡിഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്
2-3 ടൈപ്പ് ഡിഫ്യൂസേഴ്സ് യൂസ് ചെയ്യാം. ഒന്ന് പേപ്പർ, അത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും വൈറ്റ് പേപ്പർ യൂസ് ചെയ്താൽ. പിന്നെ ഇതുപോലത്തെ ഡിഫ്യൂഷൻ ഷീറ്റ്, അത് തിരിച്ചും മറിച്ചും യൂസ് ചെയ്യുന്നതനുസരിച്ച് ഒരു സൈഡിലോട്ട് ഫോക്കസ് ആവും, സൈഡല്ല സെൻറ്ററിലോട്ട് ഫോക്കസ് ആവും, ഇല്ലെങ്കിൽ വൈഡ് ആവും. അതിനുശേഷം ലൈറ്റ് ഡിഫ്യൂഷൻ ഷീറ്റ്, ഇല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ഒരുമിച്ചോ എനിക്ക് യൂസ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ലൈറ്റ് ഡിഫ്യൂഷൻ ഷീറ്റ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് അതും നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒട്ടും പൊടി അഴുക്കും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, നമ്മളത് എടുത്തു. ഇനി നമുക്കതൊന്ന് അതിൻ്റെ ഒരു ലേ ഔട്ട് വരച്ചെടുക്കണം. ഒരു കോർണറിലായിട്ട് വെച്ചിട്ട് ബാക്കിയുള്ള 3 കോർണറുകളും ഒരു CD മാർക്കറോ എല്ലാം യൂസ് ചെയ്ത് അടയാളപ്പെടുത്തുക. അടയാളപ്പെടുത്തി ഇനി നമുക്കിതൊന്ന് ജോയിൻ ചെയ്ത് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിൾ ലാംഗ്വേജാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടാണ് ഞങ്ങൾക്ക് പറഞ്ഞിരുന്നത്. വീഡിയോ കംപ്ലീറ്റ് കാണുക. ഓക്കെ, നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിതിലൊന്ന് ഒട്ടിച്ചെടുക്കണം. അതിന് നമ്മൾ സെല്ലോ ടേപ്പാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ LED ബൾബിൻ്റെ വെട്ടം ഭയങ്കര ഇൻറ്റൻസീവ് ആയതുകൊണ്ട് ആ ബൾബിൻ്റെ തന്നെ ലൈറ്റ് ഡിഫ്യൂസർ ഞാൻ യൂസ് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് സെല്ലോ ടേപ്പ് എടുത്ത് ജസ്റ്റ് സിമ്പിളായിട്ട് ഒട്ടിച്ചെടുക്കുകയാണ്. കാരണം എനിക്ക് വേണ്ടെങ്കിൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്പം സെല്ലോ ടേപ്പ് എടുത്ത് ജസ്റ്റ് സിമ്പിളായിട്ട് ഒട്ടിക്കുകയാണ്. എൻ്റെ മേലിൽ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കവറാവുന്ന രീതിയിൽ. നമ്മൾ 2 വശവും ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചെടുത്തു. ഇതിന് ശേഷം നമുക്കിനി ബാക്കിയുള്ള 4 വശവും ഒന്ന് ഒട്ടിച്ചെടുക്കണം. അതിനുവേണ്ടി സെല്ലോ ടേപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നല്ല ടൈറ്റായിട്ട് ഒട്ടിച്ചെടുക്കുക. ബാക്കി വരുന്ന കോർണറിലെ ബാക്കി വരുന്ന സെല്ലോ ടേപ്പ് ഒന്നെങ്കിൽ കട്ട് ചെയ്ത് കളയുക, ഇല്ലെങ്കിൽ മടക്കി ഒട്ടിച്ച് വയ്ക്കുക. 4 വശവും നല്ലപോലെ ഒട്ടിച്ചെടുക്കുക. ഞാനിവിടെ സെല്ലോ ടേപ്പ് യൂസ് ചെയ്യുന്നത് ഗ്ലൂ ഗണ്ണൊന്നോ ഫ്ലെക്സിക്കോ അങ്ങനത്തെ ഉള്ള ഇൻസ്റ്റൻറ്റ് ഗ്ലൂസ് ഒന്നും യൂസ് ചെയ്യാതെ നമ്മുടെ ഈ സെല്ലോ ടേപ്പ് യൂസ് ചെയ്യുന്നതിൻ്റെ കാരണം, അഥവാ എനിക്കിത് റിമൂവ് ചെയ്യണം തുറക്കണം എന്നുണ്ടെങ്കിൽ ആ സെല്ലോ ടേപ്പ് കട്ട് ചെയ്താൽ മതി. നിങ്ങൾ നോക്കിയാൽ ജസ്റ്റ് ഞാൻ ഒരു സാമ്പിൾ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ലൈറ്റ് ബോക്സിൻ്റെ ഔട്ട്പുട്ട്. ഈ സോഫ്റ്റ് ബോക്സ് ആണ് സിമ്പിളായിട്ട് നമ്മൾ ചെയ്തത്. ഞാനിവിടെ ഈ സെല്ലോ ടേപ്പാണ് സബ്ജക്റ്റായിട്ട് എടുത്തേക്കുന്നത്, ചുമ്മാ ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു ഔട്ട്പുട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇപ്പോൾ ഇനി നമുക്കെന്തായാലും ഇത് കൈ പിടിച്ചുകൊണ്ട് ഇരിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് 2 കോപ്പർ വയർ എടുത്ത് ഇതിലൊന്ന് ഒട്ടിച്ചെടുത്തു. അതും സെല്ലോ ടേപ്പ് യൂസ് ചെയ്താണ്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റാൻഡിലോട്ട് ഇത് ചുറ്റി വെച്ച് കഴിഞ്ഞാൽ ഇരിക്കും. നിങ്ങളുടെ ക്യാമറയുടെ ട്രൈപോഡിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലൈറ്റിൻ്റെയോ ഇല്ലെങ്കിൽ ജസ്റ്റ് PVC പൈപ്പ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ടൊരു സ്റ്റാൻഡ് ഉണ്ടാക്കാം. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വെട്ടം തീരെ കുറവാണ്. ഞാനിവിടെ ഒരു ലേസറാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ സബ്ജക്റ്റായിട്ട്. നമ്മുടെ ലൈറ്റ് ബോക്സ് ഓൺ ചെയ്തു, സോഫ്റ്റ് ബോക്സ് ഓൺ ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ലപോലെ ഫോക്കസ് ആവുന്നുണ്ട്, അത്യാവശ്യം കാണാൻ ഒക്കും. ഇനി നമുക്ക് ഇതൊരു അടുത്ത് പിടിച്ച് നോക്കാം നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ടോയെന്ന്. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് ഫോട്ടോസെല്ലാം ഞാൻ ഈ ഒരു സോഫ്റ്റ് ബോക്സ് യൂസ് ചെയ്തെടുത്തതാണ്. വേറെ എഡിറ്റിങ്ങോ ഒന്നും ചെയ്തിട്ടില്ല. അടുത്ത വീഡിയോയിലേക്ക് യൂസ് ചെയ്യാനുള്ള PCB ആണിത്.
ബ്ലൂടൂത്തിൻ്റെ ഒരു ബോർഡാണിത്. ഓക്കെ, അതൊക്കെ പോട്ട്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്ത് പറ്റുമെങ്കിൽ ആ കാരണം കമൻറ്റ് ചെയ്യുക. Ready to explore right up in the sky.